അപ്പൊ ഞാൻ ഹജ്ജിന് പോയ സമയത്തിന്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറിയ ഒരു വല്യമ്മ ഉണ്ട്. ആ വല്യമ്മ നടാടെ ഫ്ലൈറ്റിൽ കയറിയ വിമാനത്തിൽ കയറി AC ഇങ്ങോട്ട് ഓണാക്കി താത്താക്കാണ് പൊന്തി ലെവലായേക്കാൻ എന്നോട് പറഞ്ഞു, മൊഞ്ഞരുട്ടിയെ ഇവിടെ വരി പാത്താണ്ട്. മദർസ കുട്ടികൾ പറഞ്ഞ മാതിരി മദർസിലെ കുട്ടികൾ പറഞ്ഞ മാതിരി പാത്താണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? വല്യമ്മ 4-5 മണിക്കൂർ പാത്താ നിന്നോളി വിമാനത്തിൽ പാത്തി ആകെ എരപ്പാക്കൂ. ആ 1.5 HP മോട്ടർ ഓണാക്കി പിന്നെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, വല്യമ്മ അവിടെ മൂത്രപ്പേരുണ്ട് ഇതിന്റെ ഉള്ളില്, പക്ഷെ ചെറിയ സൗകര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ കൂടിയത്തെ മാതിരി ഒരു യൂറോപ്യന് ഒരു സാധാ ടോയ്ലറ്റ് അങ്ങേപ്പുറത്ത് കുളിച്ചാലൊരു സ്ഥലം ഒന്നും വിമാനത്തിൽ ഉണ്ടാവില്ല. ആകെ 4 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്ലോസറ്റ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ കുട്ടികൾക്ക് നിൽക്കാൻ വെച്ചാറ്. അങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ടുപോയി വാതിൽ തുറന്നു കൊടുത്തു. അപ്പൊ വാതിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൽ ബക്കറ്റും പാട്ടിയും കാണില്ല. ഞാൻ പറഞ്ഞു, പള്ളിക്കത്തെ കക്കൂസല്ല, ഇതിൽ ബക്കറ്റും കോപ്പിയൊന്നും ഉണ്ടാവില്ല വല്യമ്മ. അതിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടാവും, വെള്ള കടലാസ് ഞാൻ തൂങ്ങുന്നുണ്ട്, അതെടുത്തേക്കാണ്ട് പാത്തിന്റെ ശേഷം അങ്ങനെ പൊത്തങ്ങനെ തുടച്ചുകൂടെ വേണ്ടി, അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു. അങ്ങനെ ഏതായാലും വാതിൽ അടച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് വെച്ച് പൂട്ടിയാ തുറക്കാൻ പൂടിയാല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂട്ടണ്ട, ഞാൻ ഇവിടെ പിടിച്ചേക്കൊന്നുള്ള ആരും നിങ്ങളുടെ അടുത്തേക്ക് വരൂല. അങ്ങനെ വാതിൽ ചാരി പിടിച്ച് നിന്ന് വല്യമ്മ പാത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ പാത്തി കഴിഞ്ഞ കുഞ്ഞത്തെ കാട്ടണ്ടി. ഞാൻ പറഞ്ഞു, തുടച്ചുകൂടി പേപ്പർ അവിടെ ഉണ്ട്. അങ്ങനെ 50 പാത്താളെ പേപ്പർ മുഴുവൻ വല്യമ്മ തുടച്ചു. സുബ്ഹാനല്ലാഹ്, വസ്വാസ് തീരണ്ടേ, തുടച്ച ക്ലോസറ്റ് ഫുള്ള് പേപ്പർ നിറഞ്ഞുകൊള്ളു. അങ്ങനെ എന്നോട് ചോദിച്ചാണ്, ഉസ്താദ് ഇങ്ങനത്തെ പേപ്പർ കാട്ടുക, ക്ലോസറ്റ് ഫില്ലായി. ഞാൻ പറഞ്ഞു, തിന്നൂടിയായിരുന്നു. അപ്പൊ വല്യമ്മ തിന്നാൻ തുടങ്ങിക്കണു. സാധുവിന്റെ വിചാരം ഹജ്ജിന്റെ പറഞ്ഞപ്പെട്ടതാണ്, അത് തിന്നാന്ന്. വിവരം ചെല്ല പടുചായില്ല. സാധാരണക്കാരെ സമസ്തക്കാരെ ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കണേ, നിങ്ങൾക്ക് ഉളുപ്പില്ലടോ? നിങ്ങൾ മൈക്ക് കെട്ടിക്കൊടുത്ത് പ്രസംഗിക്കണ ഈ മുസ്ലിയാക്കന്മാർക്ക് ഏതായാലും ഉളുപ്പില്ല, ലജ്ജയില്ല, നാണമില്ല, മാനമില്ല, ഒന്നുമില്ല. ഒരു സമൂഹത്തിനോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് പോലുള്ള ബാലപാഠം പോലും ഇവന്മാർക്കറിയില്ല. എന്റെ കൂടെ ഹജ്ജിന് പോയൊരു മാമാന്റെ അവസ്ഥയെ പറയണത്, മുത്രയ്ക്കാൻ മുട്ടിയിട്ട് ടോയ്ലറ്റിൽ കയറി പറ 1.5 HP മോട്ടർ. എന്താണ് പറയണത്? എന്തിനെ കുറിച്ചാണ് പറയണത്? അപ്പൊ വല്യമ്മ മൂത്രം ശുദ്ധിയാക്കാൻ വെള്ളമില്ലല്ലോ. അപ്പൊ ആ ടിഷ്യൂ എടുത്ത് പൊത്തങ്ങനെ തുടച്ചുകൂടി. ഇതിങ്ങനെ എന്റെ ശ്രോതാക്കൾ ദയവ് ഇതിനോട് ക്ഷമിക്കണം, ഇങ്ങനെ പറയല്ല, പറ്റൂലത്. അപ്പോൾ ഈ കൗമിന് ഇവനൊക്കെ ഏറ്റിക്കൊണ്ട് നടക്കണം. ഈ കൗമുണ്ടല്ലോ, കൗമിന് കുറച്ച് ഉളുപ്പുമാണ് അത് കേട്ടിട്ട്. അതിനാണ് ഇങ്ങനെ തന്നെ പറയണത്. ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഈ സ്റ്റേജ് കെട്ടിക്കൊടുത്ത സംഘാടകരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. കേട്ടങ്ങനെ ഈ സ്റ്റേജ് കയറി തല്ലും. ഇവര് നാട്ടാചാരം നിൽക്കുക. ഒരു വയലൊക്കെ ഉണ്ട്, ആ വയലൊക്കണം. ആരെ വിളിച്ചിട്ട് മുനിയർവാക്കവിനെ വിളിച്ച അങ്ങനെ വയലൊക്കെ വെച്ച് ഒലങ്ങനെ തെണ്ടി തിരിഞ്ഞ് സംഘാടകർ അതിലും നടക്കും. ഇയാളങ്ങനെ വഷളത്തിന് പ്രസംഗിച്ചു പോകും. എന്നിട്ട് ഈ വല്യമ്മ അങ്ങനെ തുടച്ച് ടിഷ്യൂ പേപ്പർ 50 ആൾക്ക് ഉപയോഗിക്കാനുള്ള ടിഷ്യൂ പേപ്പർ അങ്ങനെ തുടച്ച് ക്ലോസറ്റൊക്കെ അങ്ങനെ ഇട്ടു. ഇങ്ങനത്തെ മൂലയെത്തിയെ കാട്ടണ്ടേ ആട് തിന്നൂടിയും. അപ്പൊ ക്ലോസറ്റിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ വേറെ വല്യമ്മ അങ്ങനെ തിന്നു. അപ്പൊ വല്യമ്മാന്റെ വിചാരത്തെ ഹജ്ജിന്റെ ഫർളും സുന്നത്തൊക്കെയാണെന്ന് വിചാരിച്ചു കണ്ട് അത്രയുള്ള അന്തല്ലേ ഉള്ളൂ, പടുജാഹിലല്ലേ. പിന്നോടോ അന്റെ ഒക്കെ പ്രസംഗം കേൾക്കണ കൗമ് ജാഹിരീങ്ങളല്ലാതെ ബുദ്ധിമാന്മാരാവോ? ഹംക്ക് ഈ വക വഷളത്തരങ്ങൾ പ്രസംഗിക്കുമ്പോ അന്റെ ഒക്കെ പ്രസംഗം കേൾക്കണ കൗമ് ഏത് നിലവാരത്തിൽ ഉയരുന്നാണ് വെച്ച് പ്രതീക്ഷിക്കണത്? ഒരു വലിയ വലിയ മുത്തക്കീങ്ങളാവും, വലിയ മുഖലിസീങ്ങളാവും, വലിയ വലിയ ഉന്നതന്മാരാവുന്ന അന്റെ മുമ്പിൽ ഈ കോളാമ്പിമാര് വായും പൊളിച്ചെടുക്കുന്ന കൗമിന്റെ നിലവാരം എന്താണ്?